കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ ഉത്സവത്തിന് ഇന്ന് തുടക്കമാവും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പതാക ഉയർത്തുന്നതോടെയാണ് തുടക്കമാവുക. 2.5 നൂറ്റാണ്ടിന് ശേഷമാണ് തിരുനാവായ മഹാമാഘ ഉത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ടി കെ അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, ഏറെ നാളത്തെ കാത്തിരിപ്പാണ് കേരള കുംഭമേള. അതിനാണ് ഇന്ന് തുടക്കമാവുന്നത്. ഇന്നത്തെ ചടങ്ങുകൾ എങ്ങനെയൊക്കെയാണ്? ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ അത് ഒന്ന് വിശദീകരിക്കാമോ? മായ, ഭാരതപ്പുഴ നിർണായകമായ ഒരു ചരിത്ര നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിന്നുപോയ ഒരു അനുഷ്ഠാനം, ഒരു സാംസ്കാരിക സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുകയാണ്. ഇതിൻ്റെ തുടക്കമാണ് ഇന്ന് നടക്കുന്നത്. ഭാരതപ്പുഴയിൽ നിളാതീരത്ത് ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 11 മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി 3-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന മഹാമേളയ്ക്ക് തുടക്കമാവും. മഹാമാഘം വളരെ കാലത്തിനു ശേഷമാണ് 1755 അവസാനമായി നടന്നത്. സാമൂതിരിക്ക് അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി നിന്നുപോയ ആഘോഷമാണ്, ആഘോഷമാണ് ഇപ്പോൾ നിളാതീരത്ത് നടക്കുന്നത്. ഇന്ന് 11 മണിക്ക് ഇതിന് പതാക ഉയരും. ഈ സമയത്ത് തന്നെ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്ന പൊള്ളാച്ചിയിൽ നിന്ന് ഒരു രഥയാത്ര പുറപ്പെടും. ആ രഥയാത്ര 22-ന് ഇവിടെ എത്തും. ഇന്ന് പ്രധാനമായും നടക്കുന്നത്, ഇപ്പോൾ നടക്കാൻ പോകുന്നത് നിള സ്നാനത്തിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ഈ ഘട്ടിൽ തയ്യാറെടുക്കുകയാണ്. സന്യാസി വൈദ്യന്മാരും മറ്റുമെല്ലാം ഇതിനായി തയ്യാറെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം ഇവിടെ നിള സ്നാനം നടക്കും. എല്ലാ ദിവസങ്ങളിലും നിള സ്നാനം ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിള പൂജയാണ്. ഇന്നു മുതൽ എല്ലാ ദിവസങ്ങളും വരുന്ന 3-ാം തീയതി വരെ, ഫെബ്രുവരി 3-ാം തീയതി വരെ എല്ലാ ദിവസങ്ങളിലും നിള പൂജ ഉണ്ടാകും. അങ്ങനെ എല്ലാ ആളുകൾക്കും പങ്കെടുക്കാവുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ മേളയിൽ, കുംഭമേളയ്ക്ക് സമാനമായ ഈ മേളയിൽ പങ്കെടുക്കാനായി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്യാസി വര്യന്മാരും വിശ്വാസി സമൂഹവുമെല്ലാം നിളാതീരത്തേക്ക് ഒഴുകിയെത്തും. നമുക്കറിയാം, തിരുനാവായ പവിത്രമായ ഒരു മണ്ണാണ്. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും അങ്ങനെയുള്ള ത്രിമൂർത്തികളൊരു സംഗമസ്ഥാനമാണ് തിരുനാവായ. ഇവിടെ ഭാരതപ്പുഴയിൽ ഈ പ്രത്യേക ദിനങ്ങളിൽ ഗംഗാദേവി ഭാരതപ്പുഴയിൽ എത്തും എന്നാണ് സങ്കല്പം. അതിനെ തന്നെ ഈ നിള സ്നാനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം ഈ കാര്യം ഇവിടെ നടക്കും. തുടർന്ന് എല്ലാ ദിവസങ്ങളിലും അമൃതസ്നാനത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ ഉണ്ടാവും. എല്ലാ ആളുകൾക്കും, വിശ്വാസികൾക്കുമെല്ലാം ഇതിൽ പങ്കെടുക്കാനാകും. ഒപ്പം നിള പൂജയിലും ആളുകൾക്ക് പങ്കെടുക്കാനാകും. വൈകുന്നേരങ്ങളാണ് നിള പൂജ ഉണ്ടാവുക. ഇതിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ചില തടസ്സങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം തടസ്സങ്ങളൊന്നുമില്ലാതെ സുഗമമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മായ. അരവിന്ദൻ, മഹാകുംഭമേളയ്ക്ക് ഗംഗാ ആരതി പതിവുണ്ട്. നമ്മളൊക്കെ അത് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിള നദിയിലും ഒരു നിള ആരതി അത് ഉണ്ടാവില്ലേ? അങ്ങനെ കേട്ടു. അത് ഗംഗാദേവി നേരത്തെ അരവിന്ദൻ പറഞ്ഞതുപോലെ തന്നെ നിളാദേവിയായി മാറുന്നു. അങ്ങനെയൊക്കെയാണല്ലോ സങ്കല്പം ഇവിടെ മഹാമകം നടക്കുമ്പോൾ. അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ നിള ആരതി ഉണ്ടാവുക? ഇന്നു മുതലല്ലേ അത്? തീർച്ചയായും ഇന്നു മുതലാണ് നിള ആരതി ഉണ്ടാകുക. വ്യാഴം ചിങ്ങരാശിയിലെത്തുന്ന സമയത്താണ് ഇവിടെ മഹാമഘ ഉത്സവം നടക്കാറ്. ആ ഉത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സമയത്ത് ഗംഗാദേവി ഭാരതപ്പുഴയിൽ എത്തുമെന്നാണ് വിശ്വാസം. തെക്കൻ കാശി എന്നാണ് തിരുനാവായ അറിയപ്പെടുന്നത്. അതിനാൽ തന്നെ പഴയ കാലത്ത് വളരെ ദൂരമായി ഉത്തരേന്ത്യയിലേക്കൊന്നും എത്താൻ ഗംഗാതീരത്തേക്ക് എത്താൻ സാധിക്കാത്ത ആളുകൾക്ക് ഇത്തരത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു ഇവിടുത്തെ തിരുനാവായയിലെ ഈ ദിവസങ്ങൾ. അതിനാൽ തന്നെ ഇന്നത്തെ നിള സ്നാനത്തിന് ഏറെ പ്രത്യേകതയുണ്ട്. ഒപ്പം തന്നെ നിള ആരതി ഗംഗാദേവി വരുമ്പോൾ ഗംഗാദേവിക്ക് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. ഇതിനുള്ള ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. അങ്ങനെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രാധാന്യമുള്ള, ഇതിൽ ഏറ്റവും പ്രധാനം ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു കാലത്ത് നഷ്ടപ്പെട്ടുപോയ സാംസ്കാരിക പെരുമ വീണ്ടെടുക്കാനുള്ള അവസരമായി ഈ വിശ്വാസി സമൂഹവും ഒപ്പം നാടും ഇതിനെ കാണുന്നു എന്ന് തന്നെയാണ് ഉള്ളത്. എല്ലാ ആളുകളും ഇതിനോട് വളരെയധികം നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ ഒരുക്കങ്ങളും, നിരവധി വളണ്ടിയേഴ്സ്, വിവിധ ഭാഗങ്ങളിൽ എത്തിയ വളണ്ടിയേഴ്സ് ഇവിടെയുണ്ട്. സഹായിക്കാനായി അമ്മമാരുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും യാതൊരു തടസ്സവുമില്ലാതെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നാടിൻ്റെ ഒരു ഉത്സവമായി ഇത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ അവസരത്തിൽ പറയാൻ. മായ.
അരവിന്ദൻ, ഭക്തരുടെ വലിയൊരു തിരക്ക് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ അതൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത്? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിയന്ത്രണങ്ങളൊന്നുമില്ല. ഇതിനോട് എതിർപ്പ് കാണിച്ചിരുന്നവരൊക്കെ സഹകരണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതത്ര ബുദ്ധിമുട്ടാവില്ല അല്ലേ? ഗംഗാതീരം പോലെ അത്ര വിശാലമായുള്ള ഒരു സ്ഥലമല്ല ഭാരതപ്പുഴയോരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാരതപ്പുഴയിൽ മണൽപ്പരപ്പിൽ അതിനുള്ള സൗകര്യമുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് എത്താനുള്ള പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അധികൃതർ ഇതിന് നിർമ്മാണത്തിന് അനുമതി കൊടുക്കാൻ വൈകിയിരുന്നു. അതിനാൽ നിർമ്മാണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മറ്റന്നാളോടുകൂടി അത്തരം ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാകും. പക്ഷേ ദിവസേന ഒരു 50,000 പേരെയെങ്കിലും ഇവിടെ സംഘാടകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്കുള്ള ഒരുക്കങ്ങൾ ജില്ലാ ഭരണകൂടവും സംഘാടകരും ചേർന്ന് ഒരുക്കുകയാണ്. നമുക്കറിയാം, തീരം എന്ന് പറയുന്നത് അടുത്തടുത്ത് വീടുകളുള്ള ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്തതിനും മറ്റുള്ള സൗകര്യങ്ങൾ കുറവാണ്. പക്ഷേ പരമാവധി സ്ഥലങ്ങളിൽ അത്തരം ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാണ് അധികൃതരുടെ ഇപ്പോഴത്തെ ശ്രമം. എന്തായാലും നാട്ടുകാരും എല്ലാ ആളുകളും ഇതുകൊണ്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും എത്ര പേരെത്തിയാലും അവർക്കെല്ലാം സൗകര്യം, പാർക്കിംഗ് സൗകര്യം, അതുപോലെ തന്നെ വിശ്രമ സൗകര്യങ്ങളും എല്ലാം നൽകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഒന്നിനും യാതൊരു തടസ്സവും ഇല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാനാവുക. മായ. അരവിന്ദനാണ് തിരുനാവായിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ ഉത്സവത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് അരവിന്ദൻ പങ്കുവച്ചത്.